നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ അതിന്റെ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആലോചിക്കും തോറും തൊലി പൊളിയുന്നു. എന്ന് വെച്ചാൽ ഇനി 2 വർഷം കൂടി നമ്മൾ സഹിച്ചേ മതിയാവൂ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. ജനങ്ങളെ വിഡ്ഢികളാക്കി അവരോട് നുണ പറഞ്ഞ് ആടാ ഞാൻ പറ്റിക്കുന്നുണ്ടെങ്കിലേ നല്ല അന്തസ്സായിട്ടാ പറ്റിക്കുന്നത്. അവരെ കബളിപ്പിച്ച് അധികാരം നിലനിർത്താൻ ആവശ്യമെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം വിളിച്ചു വരുത്തി അത് മുതലാക്കാനൊക്കെ CPM-ന് നന്നായിട്ട് അറിയാം. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അവസാന നിമിഷം വരെ അധികാരത്തിൽ തുടരാൻ തന്നെയായിരിക്കും പിണറായിയുടെ തീരുമാനം. എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം, മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം. അധികാരം അവസാനിക്കുന്നതിന് മുൻപ് ഇനി പിണറായിക്ക് ബാക്കിയുള്ള ഏക സ്വപ്നം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുകയാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കണ നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. കേരളത്തിന് പുറത്ത് CPM അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ കുടുംബസമേതം ടൂറിന് പോയത് വെറുതെയല്ല. ആർക്കും പിണറായിയുടെ മുഖം കാണുന്നത് ചതുർത്ഥിയാണ്. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാൽ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, അവരുടെ മുമ്പിൽ ഐക്കണാവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ഒരു ദൈവമായി മാറാനാണ്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എടാ നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെഗുവരയെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു. അങ്ങനെ ചെഗുവരയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനാണ് പിണറായി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നീ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? തുണി നോക്കി പിടിച്ച് തെക്കുവടക്ക് തെണ്ടി നടക്കുന്നത്. പിണറായിയെ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർത്ത് കമ്മ്യൂണിസത്തോട് കൂറുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ പിണറായിയെ ദൈവമാക്കി മാറ്റാനുമാണ് ശ്രമം. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ. വെളിവില്ലാത്ത കുറെ പാർട്ടികളും പറഞ്ഞ നേതാക്കന്മാർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.